So welcome back, dear friends. So we are starting with combinations today. ഇന്നലെ നമ്മൾ പെർമ്യൂട്ടേഷൻസിന്റെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. എക്സസൈസ് 7.3യുടെ ചോദ്യങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കോമ്പിനേഷൻസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കോമ്പിനേഷൻസും. ഇപ്പൊ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ക്വിസ് പ്രോഗ്രാമിന് നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു 5 സ്റ്റുഡൻസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. 5 സ്റ്റുഡൻസിന്റെ പേര് ലെറ്റ്സ് സേ ആതിര, കാവ്യ, അതുൽ, രാഹുൽ, പിന്നെ അരുൺ. ഇങ്ങനെ 5 സ്റ്റുഡൻസ് ഉണ്ടെന്ന് നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് 2 സ്റ്റുഡൻസിനെ ഒരു ക്വിസ് കോമ്പറ്റീഷന് തിരഞ്ഞെടുക്കണമെങ്കിൽ എത്ര രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും? ഇപ്പം ആതിരയും കാവ്യയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന ഓർഡർ ക്വിസ് കോമ്പറ്റീഷൻ ഇമ്പോർട്ടന്റ് ആണോ? അല്ല. ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഇവരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ 5 പേരിൽ ആരൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടന്റ്. അവരെ ഇന്റേണലി അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണോ? അല്ല. അപ്പൊ നമുക്ക് സെലക്ഷൻ മാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. വി ആർ ജസ്റ്റ് കൺസേൺഡ് അബൌട്ട് സെലക്ഷൻ. വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ഇൻ വിച്ച് ഓർഡർ ദേ ആർ സ്റ്റാൻഡിങ്, വിച്ച് ഓർഡർ ദേ ആർ സിറ്റിംഗ്. ദാറ്റ്സ് ഔട്ട് ഓഫ് ദ ഡൊമെയിൻ ഓഫ് കോമ്പിനേഷൻ. ഓർഡർ മാറ്റേഴ്സ് ഇൻ കേസ് ഓഫ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പൊ ഈ 2 സ്റ്റുഡൻസിനെ വിളിച്ചിട്ട് ഒരു അസംബ്ലിക്ക് ഒരു ലൈനിൽ നിർത്തുവാണെങ്കിൽ ആര് മുന്നിൽ നിൽക്കുന്നു ആര് പിന്നിൽ നിൽക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ശരിയല്ലേ? കോമ്പിനേഷൻസിന്റെ കളി എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം നമുക്കിപ്പം 4 പേരെ സെലക്ട് ചെയ്തിട്ട് അതിനെ അറേഞ്ച് ചെയ്യുന്നതിനെ 4P2 എന്ന് വിളിക്കാം അല്ലെ? അതേപോലെ തന്നെ 4 പേരിൽ നിന്ന് 2 പേരെ സിംപ്ലി സെലക്ട് ചെയ്തതിനെ നമുക്ക് 4C2 എന്ന് വിളിക്കാം. അതായത് 4 പേര് തന്നിട്ടുണ്ട്, അവർ 2 പേരെ എടുക്കുന്നു, അവരെ അറേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ ഈ 4P2ഉം 4C2ഉം തമ്മിലുള്ള കണക്ഷൻ എന്താ? 4P2 എന്ന് പറയുന്ന 2 പേരെ സെലക്ട് ചെയ്ത് അവരെ അറേഞ്ച് ചെയ്യുന്നു. ഇവിടെ എന്ത് സംഭവിച്ചു? ഓൾറെഡി നമുക്ക് 2 പേരെ സെലക്ഷൻ മാത്രമേ നടന്നുള്ളൂ. ഫോളോഡ് ബൈ ദാറ്റ് അവരെ അറേഞ്ച് ചെയ്യണമെങ്കിൽ എന്താണ്? 2 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 4P2നെ നമുക്ക് 4C2 into 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതായത് 4C2 എന്ന് പറയുന്നത് 2 പേരെ സെലക്ട് ചെയ്യുന്നു, ഫോളോഡ് ബൈ ദാറ്റ് അതിനെ അറേഞ്ച് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 4C2നെ ഇങ്ങനെ എഴുതിക്കൂടെ? 4P2 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. കാര്യം പിടികിട്ടിയോ? അപ്പൊ നമ്മൾ ജനറലൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇപ്പൊ NPR എന്ന് പറയുന്നത് എന്താണ്? NCR, അതായത് N കാര്യങ്ങളിൽ നിന്ന് 6 പേരെ സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം അവരെ അറേഞ്ച് ചെയ്യുന്നതിനല്ലേ NPR എന്ന് പറയുന്നത്. അപ്പൊ NPR is equal to NCR into R ഫാക്ടോറിയൽ എന്ന് നമുക്ക് എഴുതാമല്ലോ. എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് NCRനെ NPR ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ എന്ന് എഴുതുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. ഇല്ല. അപ്പൊ NPR എന്താണ്? N ഫാക്ടോറിയൽ ബൈ N മൈനസ് R ഫാക്ടോറിയൽ ആണല്ലോ. ഇൻറ്റു R ഫാക്ടോറിയൽ വന്നു. ഇതോടുകൂടി തന്നെ നമുക്ക് NCRന്റെ ഫോർമുലയും കിട്ടുകയാണ്. NCR എന്ന് പറഞ്ഞാൽ എന്താണ്? N ഫാക്ടോറിയൽ ബൈ N മൈനസ് R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ. ഈ ഒരു എക്സ്ട്രാ ഒരു കാര്യം ഇവിടെ വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ആരെങ്കിലും 4C2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഫാക്ടോറിയൽ ബൈ 4 മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, ദാറ്റ് ഇസ് 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് വരും. അപ്പൊ 4 സാധനം തന്നിട്ടുള്ളതിൽ 2 എണ്ണത്തിന് സെലക്ട് ചെയ്യുക മാത്രമാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ ഉപയോഗിക്കാം. 4 പേരിൽ നിന്ന് നമ്മൾ 2 പേരെ സെലക്ട് ചെയ്ത് അവരെ അറേഞ്ച് ചെയ്യുകയാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അതിൽ നമുക്ക് പെർമ്യൂട്ടേഷൻ ഉപയോഗിക്കാം. കാര്യം പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളൊരു തിയറം കണ്ടുപിടിച്ച് കഴിഞ്ഞു. NPRനെ NCR, അതായത് സെലക്ട് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെ NPR എന്ന് വിളിക്കാം. സോ NPR is equal to NCR into R ഫാക്ടോറിയൽ എന്ന് നമുക്കറിയാം. കാര്യം പിടികിട്ടിയോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്തൊരു കാര്യം, അടുത്തൊരു തിയറം. അപ്പൊ NCR എന്താണ്? NCR is equal to N ഫാക്ടോറിയൽ ബൈ N മൈനസ് R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ. ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ ഇനി നമുക്ക് ഈ NCERT-ക്കകത്ത് എന്തൊക്കെ കാര്യങ്ങൾ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പൊ NC0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം 5 സാധനം തന്നിട്ടുണ്ട്, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഫോർമുല വെച്ച് ചിന്തിക്കുകയേ ചെയ്യില്ല. പെർമ്യൂട്ടേഷൻ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള ഒരു സാധനമാണ്. ഇപ്പം NC0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N സാധനത്തിൽ നിന്ന് നമ്മൾ 0 സാധനങ്ങളെ സെലക്ട് ചെയ്യുന്നു എന്നല്ലേ അർത്ഥം. അതായത് നമ്മൾ സെലക്ഷൻ ചെയ്യുന്നില്ല. അത് എത്ര രീതിയിൽ ചെയ്യാം? ജസ്റ്റ് 1 രീതിയിൽ. അതെന്താ രീതി? വി ആർ നോട്ട് സെലക്ടിങ്. അതാണ് രീതി അല്ലെ? വി ആർ നോട്ട് സെലക്ടിങ് അറ്റ് ഓൾ. എത്ര രീതിയിൽ പറ്റും? 1. അപ്പൊ NC0 എന്ന് പറയുന്നത് 1 ആണ്. NCN എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? N സാധനം തന്നിട്ടുണ്ട്. ഇപ്പൊ 5 സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ 5 സ്റ്റുഡൻസിനെ നമ്മൾ ഒരു ക്വിസിന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് 5C5 എന്ന് പറയാം. 5 ഉള്ളതിൽ 5 അതിന് എത്ര രീതി സെലക്ട് ചെയ്യാം? ഒറ്റ രീതിയിൽ. അതെന്താ രീതി? ആ രീതി എന്ന് പറയുന്നത് എല്ലാവരെയും സെലക്ട് ചെയ്യുക. സോ 2 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. NC0യും 1 ആണ്, NCN ഉം 1 ആണ്.
ഇക്കാര്യം പിടികിട്ടിയല്ലോ. NC0 എന്ന് പറഞ്ഞാൽ n കാര്യങ്ങളിൽ നിന്ന് 0 കാര്യങ്ങൾ, അതായത് സെലക്ഷൻ ചെയ്യുന്നേ ഇല്ല. അത് എത്ര രീതിയിൽ ചെയ്യാം? ഒരു രീതിയിൽ. അതെന്താ ആ രീതി? ആ രീതി എന്ന് പറയുന്നത് നമ്മൾ സെലക്ഷനേ ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ NCN എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? n കാര്യങ്ങൾ തന്നിട്ടുള്ളതിൽ n മൊത്തത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് NCN എന്ന് പറയുന്നത്. അത് എത്ര രീതി ചെയ്യാം? ഒറ്റ രീതിയിൽ. അതെന്താ ആ രീതി? എല്ലാം ഉള്ളതിന് ഒറ്റ രീതിയിൽ എല്ലാം അങ്ങ് സെലക്ട് ചെയ്യുക, അത്രയുള്ള ആ രീതി. ഓക്കെ, സോ NC0 NCN പഠിച്ചു. ഇപ്പം വേറൊരു കാര്യം, ഇപ്പൊ NCN-R എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? NCN-R എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്ത n ഫാക്ടോറിയൽ ബൈ n മൈനസ് ഓഫ് n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ, റൈറ്റ്? ഇവിടെ ആറിന് പകരം n മൈനസ് ആർ ഉള്ളതുകൊണ്ട് അതേ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ദിസ് n ഫാക്ടോറിയൽ ബൈ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് r ഫാക്ടോറിയൽ ആയി മാറുന്നു, ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ ആയി മാറുന്നു. അപ്പൊ നമുക്ക് എന്താ പറയുക? ഇത് സെയിം ആസ് NCRന്റെ ഫോർമുലയല്ലേ? NCR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? NCN-R സെയിം ആസ് NCR. എക്സാമ്പിൾ 5C3 സെയിം ആസ് 5CN-R, അതായത് 5 മൈനസ് 3, അതായത് 5C2. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. 5C3യും 5C2വും സെയിം ആണ്. കാര്യം പിടികിട്ടിയോ? കാര്യം പിടികിട്ടിയല്ലോ എല്ലാവർക്കും? ഓക്കെ, NCR is equal to NCN-R. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. കാരണം നമ്മൾ 3 എണ്ണത്തിൽ, ഇപ്പൊ 5 എണ്ണത്തിൽ 3 എണ്ണത്തിന് സെലക്ട് ചെയ്യുന്നതും 2 എണ്ണത്തിന് സെലക്ട് ചെയ്യുന്നതും ഒന്നാണ്. കാരണം നമ്മൾ ഇപ്പൊ ABCDEയില് 2 എണ്ണത്തിന് സെലക്ട് ചെയ്ത ഓട്ടോമാറ്റിക്കലി 3 എണ്ണത്തിന്റെ ഒരു സെലക്ഷൻ അവിടെ സൈഡിൽ വരുന്നുണ്ടല്ലോ. ആ ഒരു ലോജിക്കാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, കാര്യം പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ടുള്ള ഒരു പോയിന്റ്, ഇപ്പൊ NCA is equal to NCB എന്ന് നിങ്ങൾക്ക് തരുവാണെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കേസ് എയും ബിയും സെയിം ആയിരിക്കാം, ഇതൊരു പോസിബിലിറ്റി ആണ്. അല്ലെങ്കിൽ NCA will be same as NCN-B എന്ന് എനിക്ക് എഴുതാലോ. NCBയെയും NCN-Bയെയും സെയിം ആയിട്ട് നമുക്ക് എഴുതാലോ. എന്നിട്ട് നമ്മൾ ഈ ഒരു കമ്പാരിസൺ നടത്തിയാൽ A will be same as N-B, അതായത് A plus B is equal to N എന്നും നമുക്ക് എഴുതാം. ഈ 2 പോസിബിലിറ്റി ഉണ്ട്. എയും ബിയും സെയിം ആകാം, അല്ലെങ്കിൽ A plus B is equal to N എന്ന് വരാം. ഈ 2 പോസിബിലിറ്റീസും NCA is equal to NCB എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്കുണ്ട്. കാര്യം എന്താ? NCA is equal to NCB എന്ന് പറഞ്ഞാൽ നമുക്ക് NCBയെ NCN-B എന്നും എഴുതിക്കൂടെ? NCA is equal to NCN-B എന്ന് പറഞ്ഞാൽ എയും N-Bയും സെയിം ആയിരിക്കണമല്ലോ, അല്ലെ? അപ്പൊ A plus B എന്ന് പറയുന്ന ഇതിൽ N എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇതും മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തൊരു തിയറത്തിന്റെ പ്രൂഫിലേക്ക് കിടക്കാം. അടുത്ത തിയറം എന്ന് പറയുന്നത് NCR plus NCR-1 will be equal to N plus 1 CR. എക്സാമ്പിൾ എന്ന് പറയുന്നത്, എക്സാമ്പിൾ കാണിച്ചു തന്നിട്ട് ഞാൻ ഇതിന്റെ പ്രൂഫ് പറയാം. 5C3 plus 5CR-1, അതായത് 5C2 എന്ന് പറയുന്നത് N plus 1, അതായത് 5 plus 1 C larger number, അതായത് 3, അതായത് this is same as 6C3 എന്നാണ് ഈ റിലേഷൻ പറയുന്നത്. ഈ റിലേഷന്റെ പ്രൂഫ് നമുക്ക് കാണാം. NCR plus NCR-1 is equal to N plus 1 CR ആണ്, അല്ലെ? അപ്പൊ LHS നമുക്കുള്ളത് NCR എന്ന് പറയുന്ന N ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ പ്ലസ് NCR-1 എന്ന് പറയുന്ന N ഫാക്ടോറിയൽ ബൈ N മൈനസ് R, അതായത് N മൈനസ് R പ്ലസ് 1 ആകത്തില്ലേ? N മൈനസ് ഓഫ് R മൈനസ് 1 എന്ന് പറയുന്നത് N മൈനസ് ഓഫ് R പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു R മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് നമുക്ക് വരുന്നു. കാര്യം മനസ്സിലായല്ലോ? സോ ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇത് രണ്ടിൽ എന്തൊക്കെ നമുക്ക് കോമൺ എടുക്കാമെന്നൊന്ന് ആലോചിക്കാം. ദിസ് N ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയലിനെ R ഇൻറ്റു R മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എനിക്ക് എഴുതിയൂടെ? അതേപോലെ തന്നെ N മൈനസ് R ഫാക്ടോറിയൽ അവിടെ തന്നെ കിടക്കട്ടെ, പ്ലസ് N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഈ N മൈനസ് R പ്ലസ് 1നെ N മൈനസ് R പ്ലസ് 1 ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ എന്ന് എഴുതാലോ. 1 സബ്ട്രാക്ട് ചെയ്താൽ N മൈനസ് R പ്ലസ് 1ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ N മൈനസ് R അല്ലേ, അതിന്റെ ഫാക്ടോറിയൽ എന്ന് എഴുതാം, ഇൻറ്റു R മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു, ഇതിൽ എന്താ കോമൺ എടുക്കാവുന്നത്? N ഫാക്ടോറിയൽ കോമൺ എടുക്കാം, ബൈ N മൈനസ് R ഫാക്ടോറിയൽ നമുക്ക് കോമൺ എടുക്കാം, ഇൻറ്റു R മൈനസ് 1 ഫാക്ടോറിയൽ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇത് 1 ബൈ R വന്നു, പ്ലസ് 1 ഡിവൈഡഡ് ബൈ N മൈനസ് R പ്ലസ് 1 വന്നു. പിന്നെ എന്തെങ്കിലും കോമൺ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, N മൈനസ് R പ്ലസ് 1 നമുക്ക് കോമൺ എടുക്കാം. ഇത്രയും കാര്യങ്ങളല്ലേ നമുക്ക് കോമൺ എടുക്കാൻ പറ്റുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു N ഫാക്ടോറിയൽ ബൈ R മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ ഇൻറ്റു 1 ബൈ R പ്ലസ് 1 ഡിവൈഡഡ് ബൈ N മൈനസ് R പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടി. ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ N ഫാക്ടോറിയൽ ബൈ R മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ ഇൻറ്റു
ബൈ ആർ ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് വൺ എന്ന് എടുത്തു കഴിഞ്ഞാൽ എൻ മൈനസ് ആർ പ്ലസ് വൺ ഇവിടെ വന്നു പ്ലസ് ആർ ഇവിടെ വന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആറും മൈനസ് ആറും വെട്ടിപ്പോയി ഇൻറ്റു എൻ പ്ലസ് വൺ ബാക്കി വന്നു ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് വൺ എന്ന് വന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ഉള്ളത് അല്ലെ. ഓക്കെ, സി എൻ ഫാക്ടോറിയൽ ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് പറയുന്നതിനെ എനിക്ക് എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ എന്ന് എഴുതാമല്ലോ, എഴുതാം. സോ എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ അവിടെ കിടക്കട്ടെ. പിന്നെ ആർ മൈനസ് വൺ ഇൻറ്റു ആർ എന്ന് പറയുന്നതിന് ആർ മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു ആർ എന്ന് പറയുന്നതിനെ എനിക്ക് ആർ ഫാക്ടോറിയൽ എന്ന് എഴുതാമല്ലോ. കാരണം നമ്മള് ഇപ്പം 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 എന്ന് പറയുന്നതിന് 6 ഫാക്ടോറിയൽ എന്ന് എഴുതാമല്ലോ, സെയിം ലോജിക്ക്. അതേപോലെ തന്നെ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് വണ്ണിനെ എനിക്ക് എൻ മൈനസ് ആർ പ്ലസ് വൺ ഫാക്ടോറിയൽ എന്നും എഴുതാമല്ലോ. ഇത്രയും കാര്യം എനിക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. ഇത്രയും കാര്യം സിമ്പിൾ ആയിട്ട് എഴുതാൽ ദിസ് ഇസ് നത്തിങ് ബട്ട് എൻ പ്ലസ് വൺ സി ആർ അല്ലേ. എൻ പ്ലസ് വൺ സി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ പ്ലസ് വൺ മൈനസ് ആർ, അതായത് എൻ മൈനസ് ആർ പ്ലസ് വൺ ഫാക്ടോറിയൽ എന്ന് നമുക്ക് കിട്ടി. സോ ദിസ് വിൽ ബിക്കം എൻ പ്ലസ് വൺ സി ആർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. എൻ സി ആർ പ്ലസ് എൻ സി ആർ മൈനസ് വൺ ഇസ് എൻ പ്ലസ് വൺ സി ആർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജെഇയിലൊക്കെ ഇത് വെച്ചിട്ട് ഒരുപാട് കളി നമുക്ക് കളിക്കാനുണ്ട്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. അപ്പൊ ഈ ഇതിന്റെ ഒരു തിയറി പാർട്ട് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ചോദ്യങ്ങൾ ഉള്ളത് എക്സാമ്പിൾ 17 പറയുന്നത് എന്താണ്? ഇഫ് NC9 is equal to NC8 find NC17. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, NC17 ആണ് നമുക്ക് വേണ്ടത്. സോ നമുക്കറിയാം NCA is equal to NCB ആണെങ്കിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. A is equal to B, അത് ഇവിടെ സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് മനസ്സിലായത്? A plus B is equal to N എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലെ. അതായത് N is equal to 9 plus 8 എന്ന് പറയുന്ന പോസിബിലിറ്റി അത് പറ്റും. N is equal to 17 പറ്റും. നമ്മൾ കണ്ടില്ലേ, രണ്ട് പോസിബിലിറ്റി ഉണ്ട്. എയും ബി ഈക്വൽ ആകാം. അത് ഇവിടെ അല്ല, 9ഉം 8ഉം ഈക്വൽ അല്ലല്ലോ. അപ്പോൾ അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ സം N ആയിരിക്കണം. A plus B എന്ന് പറയുന്നത് N ആയിരിക്കണം. അതായത് N is equal to 17. So the question is now to find the value of 17C17. നമുക്കറിയാം NCN എന്ന് പറയുന്ന 1 അല്ലേ. ഫോർമുല അപ്ലൈ ചെയ്താണ് 17C17 എന്ന് പറയുന്നത് 17 ഫാക്ടോറിയൽ ബൈ 17 ഫാക്ടോറിയൽ ഇൻറ്റു 17 മൈനസ് 17 ഫാക്ടോറിയൽ. ഇതും വെട്ടിപ്പോയി 0 ഫാക്ടോറിയൽ 1 ആണ്. സോ ദി ആൻസർ വിൽ ബി 1. അപ്പോൾ എക്സാമ്പിൾ 17 1 എന്ന് പറയുന്ന ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് എക്സാമ്പിൾ 18ലേക്ക് കടക്കാം. എക്സാമ്പിൾ 18 നമ്മളോട് എന്താണ് പറയുന്നത് നോക്കാം. A committee of 3 persons is to be constituted from a group of 2 men and 3 women. In how many ways can this be done? Okay, number of ways of doing it. പിന്നെന്താണ്? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് how many of these committees would consist of 1 man and 2 women. ഓക്കെ, ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? 3 പേരെ സെലക്ട് ചെയ്യണം. 2 മെന്നും 3 വിമനും ഉണ്ട്. നമ്പർ ഓഫ് വേസ്, അപ്പൊ എത്ര ടോട്ടൽ 5 പേരുണ്ട്. അതിന്റെ അകത്ത് 3 പേരെ സെലക്ട് ചെയ്യണമെന്നല്ലേ നമുക്ക് പറയുന്നത്. 5C3 എന്നല്ലേ ഉത്തരം. അത്രയല്ലേ ഉള്ളൂ ലോജിക്ക്. 2 ആണുങ്ങളും 3 പെണ്ണുങ്ങളും ഉള്ളതിൽ നിന്ന് നമുക്ക് 3 ആളുകളെ സെലക്ട് ചെയ്യണമെങ്കിൽ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? ടോട്ടൽ 5ൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യുന്നതിന് സെലക്ഷൻ മാത്രമേ ഉള്ളൂ. കമ്മിറ്റിയിലൊക്കെ നമ്മൾ എവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണോ? അല്ല, കമ്മിറ്റിയിൽ ആരൊക്കെ മെമ്പേഴ്സ് ആയിട്ടുണ്ടെന്നാണ് ഇമ്പോർട്ടന്റ്. ഇതാണ് നമ്മൾ പെർമ്യൂട്ടേഷനെയും കോമ്പിനേഷനെയും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുണ്ടായിരുന്ന ഏക ലോജിക്ക് ഇതാണ്. ഓർഡർ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അത് പെർമ്യൂട്ടേഷൻ ആണ്. സെലക്ഷൻ മാത്രം ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അത് കോമ്പിനേഷൻ ആണ്. സോ 5C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് എഴുതിക്കൂടെ? ദിസ് ഇസ് 5 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ ഇൻറ്റു 3 ഫാക്ടോറിയൽ വെട്ടിപ്പോയി 2 വന്നു. ഇത് 2 ടൈംസ് ആയി. സോ ദി ആൻസർ ഇസ് 10 ഡിഫറെന്റ് വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ആ പാർട്ട് നമുക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ പാർട്ട് എന്താണ്? രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് വേണ്ടത് 1 മാനും 2 വിമനുമേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്? 3 പേര് വേണ്ടതിൽ ഒരാള് മാൻ ആയിരിക്കണം, 2 പേര് വിമൻ ആയിരിക്കണം. അപ്പൊ എന്താ ചെയ്യണ്ടേ? ആദ്യം നമുക്ക് എത്ര മെന്നാണ് ഉള്ളത്? ഒരു ടോട്ടൽ നമുക്ക് 2 മെന്നും
3 വിമനെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ 2 മെന്നിൽ നിന്ന് ഒരാളെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാവൂ, 2C1. ഫോളോഡ് ബൈ ദാറ്റ് ബാക്കി 3 വിമനിൽ നിന്ന് നമ്മൾ എത്ര പേരെ സെലക്ട് ചെയ്യണം? 2 പേരെ സെലക്ട് ചെയ്യണം. So the answer will become 2C1 into 3C2 അല്ലേ? ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഫണ്ടമെന്റൽ തിയറം കൂടെ അപ്ലൈ ചെയ്യണം. ആദ്യം നമ്മൾ 2 മെന്നിൽ നിന്ന് ഒരു മാനിനെ സെലക്ട് ചെയ്യണം. കാരണം നമ്മുടെ കണ്ടീഷൻ അതാണ്, നമ്മുടെ കമ്മിറ്റിയിൽ ഒരു മാൻ മാത്രമേ പാടുള്ളൂ. ഫോളോഡ് ബൈ ദാറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? 3 വിമനിൽ നിന്ന് 2 വിമനെ സെലക്ട് ചെയ്യണം അല്ലെ? സോ 2C1 എന്ന് പറയുന്നത് 2 ആണ്, 3C2 എന്ന് പറയുന്നത് 3C1 എന്ന് പറയുന്നത് സെയിം ആണ്, 3 തന്നെയാണ് അല്ലെ? സോ വാട്ട് വിൽ ബി ദി ആൻസർ ഹിയർ? സോ ദി ആൻസർ വിൽ ബി 6. ഇത്രയേ ഉള്ളൂ. ഓക്കെ, 3C2 എന്ന് പറയുന്നത് 3 minus 2, അതായത് 3C1 ആണ്. NC1 എന്ന് പറയുന്നത് എത്രയാണ്? N ആണ്. അതായത് എന്താണ്, ഇപ്പൊ N കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരാളെ നമ്മൾ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? N രീതിയിൽ സെലക്ട് ചെയ്യാം. ഏതാളെ വേണമെങ്കിലും സെലക്ട് ചെയ്യാത്തതേ ഉള്ളൂ. ഓക്കെ, സോ ഓൾവേസ് ഓർക്കുക NC1 എന്ന് പറയുന്നത് N ആണ്. ഇതൊക്കെ ഓർക്കുക, NC1 N ആണ്, NC0 എന്ന് പറയുന്നത് 1 ആണ്, NCN എന്ന് പറയുന്നത് 1 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. പെട്ടെന്ന് കാണാൻ പഠിക്കണ്ട, കുറെ ചോദ്യങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോയിക്കോളും, പേടിക്കണ്ട. അപ്പൊ നമുക്ക് എക്സാമ്പിൾ 19 കിടക്കാം. എക്സാമ്പിൾ 19 എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ 19 പറയുന്നത് നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 cards ഫ്രം എ പാക്ക് ഓഫ് 52 cards. 52 പ്ലേയിങ് കാർഡ്സ്. നിങ്ങൾക്ക് പ്ലേയിങ് കാർഡ്സിനെ കുറിച്ച് അറിയാവോ? പ്ലേയിങ് കാർഡ്സിൽ നിങ്ങൾ ഓർക്കുക, ടോട്ടൽ 52 കാർഡ് കാണും. ഈ 52 കാർഡില് 13 എണ്ണത്തിന്റെ 4 സെറ്റ് ആയിട്ടാണ് ഉള്ളത്. 13 എണ്ണത്തിന് 4 സെറ്റ്. അതിൽ 26 എണ്ണം റെഡ് കളറിലായിരിക്കും, 26 എണ്ണം ബ്ലാക്ക് കളറിലായിരിക്കും. ഇത്രയും കാര്യം അറിയാലോ. പിന്നെ ഈ റെഡ് കളറിലുള്ളതിന് നമുക്ക് ഹാർട്ട്സ് എന്നും ഡയമണ്ട് എന്നും വിളിക്കാം. ഈ 2 കളറിലുള്ള കോമ്പിനേഷൻസ് നമുക്കുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്കിൽ നമുക്ക് സ്പേഡ് എന്നും ക്ലബ് എന്നും വിളിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഡിവിഷൻ. അതായത് ഹാർട്ട്സിന്റെ 13 കാർഡ് ഉണ്ട്, ഡയമണ്ടിന്റെ 13 കാർഡ് ഉണ്ട്. ഇത് രണ്ടും റെഡ് കാർഡ്സ് ആണ്. അപ്പൊ ടോട്ടൽ 26 റെഡ് കാർഡും 26 ബ്ലാക്ക് കാർഡും ഉണ്ട്. ആ ബ്ലാക്ക് കാർഡ്സിൽ തന്നെ 2 കോമ്പിനേഷൻ ഉണ്ട്, സ്പേഡും ഉണ്ട്, ക്ലബും ഉണ്ട്. സ്പേഡിന്റെയും 13 എണ്ണം, ക്ലബിന്റെയും 13 എണ്ണം. വിത്തിൻ ദീസ് 13 എണ്ണം എന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം എയ്സ് എന്ന് പറയുന്നത്, എയ്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, എയ്സ് ഉണ്ട്, പിന്നെ 2, 3, 4, 5, 6, 7, 8, 9, 10 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജാക്ക്, ക്വീന്, കിങ്. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ആരും ഇത് കോമ്പിനേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ജെഇക്കായാലും ബോർഡിനായാലും ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇതിന്റെ അകത്ത് ഫേസ് കാർഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഫേസ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്കും ക്വീനും കിങ്ങുമാണ് ഫേസ് കാർഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കാർഡിന്റെ പ്രോബബിലിറ്റിയോ കാർഡിന്റെ പെർമ്യൂട്ടേഷനോ വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. 52 കാർഡ് ഉണ്ട്, അതിൽ 13 എണ്ണത്തിന്റെ 4 സെറ്റുകളാണുള്ളത്. ആ 13 എണ്ണത്തില് ഹാർട്ട്സ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്കിൽ സ്പേഡും ക്ലബും ഉണ്ട്. ഓക്കെ, പിന്നീട് ഈ 13 എണ്ണത്തിന്റെ കോമ്പിനേഷൻ എയ്സിൽ നിന്ന് തുടങ്ങി 10 വരെയും, പിന്നെ ജാക്ക്, ക്വീന്, കിങ്. ഇതിന്റെ അകത്ത് ജാക്ക്, ക്വീൻ ആൻഡ് കിങ്ങിനെ നമ്മൾ വിളിക്കുന്ന ഫേസ് കാർഡ്സ് എന്നാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഇപ്പൊ 19ാമത്തെ ചോദ്യം പറയുന്നത് നമ്മൾ 4 കാർഡ്സ് ചൂസ് ചെയ്യണം from a pack of 52 playing cards. What is the number of ways of doing it? What is the number of ways of choosing 42 cards from 52 playing cards? എത്രയാണ്? 52C4 അല്ലേ? So the answer will be 52C4, which is 52 factorial divided by 4 factorial into 52 minus 4 factorial. Formula ഏതാണ്? NCR is equal to n factorial by n minus r factorial into r factorial. അല്ലേ? So this should be 52 into 51 into 50 into 49 divided by 48 factorial മുകളിലുള്ളത് പോയി by 4 factorial അല്ലെ? 4 factorial, അതായത് 4 into 3 into 2 into 1. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആൻസർ എന്ന് പറയുന്നത് 270725 വരും. ഓക്കെ, എല്ലാവരും സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് എത്താം. ഇതാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 4 cards are of same suit. Same suit എന്ന് പറയുന്നത് ഈ 13 എണ്ണത്തിന്റെ 4 കളക്ഷനിലെ ഓരോ എണ്ണത്തിന്റെ നമ്മുടെ സ്യൂട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ 4 എണ്ണവും ഒരേ സ്യൂട്ടിൽ നിന്ന് വരണം. അതായത് 4 എണ്ണവും ഡയമണ്ടിന്റെതാകാം, 4 എണ്ണവും സ്പേഡിന്റെതാകാം, 4 എണ്ണവും പിന്നെന്താ സ്പേഡിന്റെ അല്ലെങ്കിൽ ക്ലബിന്റെ ആകാം അല്ലെ, ഡയമണ്ടിന്റെ ആകാം, ഹാർട്സിന്റെ ആകാം, ഏതിന്റെ വേണമെങ്കിലും ആകാം. അപ്പൊ എന്താ, നമുക്ക് ആദ്യം ഒന്നെങ്കിൽ ഡയമണ്ടിന്റെ 4 എണ്ണം സെലക്ട് ചെയ്യാം,
അല്ലെങ്കിൽ ഓർ ഓപ്ഷൻ ആണ്. അല്ലെങ്കിൽ കാരണം നമുക്ക് ആൻഡ് വരുക മൾട്ടിപ്ലിക്കേഷൻ വരുന്ന ആൻഡ് കേസിലാണ്, അഡീഷൻ വരുന്ന ഓർ കേസിലാണ്. അതായത് നമുക്ക് 4 എണ്ണം വേണമെങ്കിൽ ഡയമണ്ടിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ 4 എണ്ണം നമുക്ക് സ്പേഡിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ 4 എണ്ണം നമുക്ക് ക്ലബിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ 4 എണ്ണം നമുക്ക് സ്പേഡിൽ നിന്ന് എടുക്കാം അല്ലെ. സോ 13c4 plus 13c4 plus 13c4 plus 13c4 ഇതാണ് 4 cards are of same suit എന്ന് പറഞ്ഞാൽ അതായത് 4 into 13c4 എന്ന് നമുക്ക് വരും അല്ലെ. That is 4 into 13 factorial by 9 factorial into 4 factorial. 13 minus 4 എന്ന് പറയുന്നത് 9 അല്ലേ. സിംപ്ലിഫൈ ചെയ്യുക, ഉത്തരമായിട്ട് വരാൻ പോകുന്നത് 2860. ഓക്കെ, എല്ലാവരും സിംപ്ലിഫൈ ചെയ്യുക. ഫൈനൽ ആൻസർ വിൽ ബി 2860 എന്ന് നമുക്ക് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതിന്റെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് 4 cards belong to 4 different suits. 4 different suits. അതായത് ഡയമണ്ടിന്റെ ഒന്ന് വേണം, ക്ലബിന്റെ ഒന്ന് വേണം, സ്പേഡിന്റെ ഒന്ന് വേണം, ഹാർട്ടിന്റെ ഒന്ന് വേണം. അപ്പൊ ഇതെന്താണ്? അപ്പൊ 13 എണ്ണത്തിൽ നിന്ന് നമുക്ക് ആദ്യം ഡയമണ്ടിന്റെ ഒന്ന് എടുക്കാം, ഫോളോഡ് ബൈ ദാറ്റ് 13ൽ നിന്ന് സ്പേഡിന്റെ ഒന്നെടുക്കാം, ഫോളോഡ് ബൈ ദാറ്റ് ക്ലബിന്റെ ഒന്നെടുക്കാം, ഫോളോഡ് ബൈ ദാറ്റ് ഹാർട്ടിന്റെ ഒന്നെടുക്കാം. ഇവിടെ എല്ലാം റിലേറ്റഡ് ആണ്, ഓർ അല്ല. എല്ലാം വേണ്ടുന്ന ഒരു കേസാണ്. നമുക്ക് ഡയമണ്ടും വേണം, ക്ലബും വേണം, ഹാർട്സും വേണം, സ്പീഡും വേണം. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. പ്രീവിയസ് കേസിൽ ഏതെങ്കിലും ഒരെണ്ണം മതിയായിരുന്നു. ഓക്കെ, 13c1 എന്ന് പറയുന്നത് 13 ആണ്, nc1 എന്ന് പറയുന്നത് n ആണ്. സോ 13 into 13 into 13 into 13. So the answer will become 13 raised to 4. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 169 into 169 ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, so that should be your final answer here. Whatever it is, it's your duty to calculate it. Fine. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്, all are face cards. All are face cards. ടോട്ടൽ എത്ര ഫേസ് കാർഡ്സ് ഉണ്ട്? ബ്ലാക്കിന്റെ നമുക്ക് ഫേസ് കാർഡ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഫേസ് കാർഡ്സ് 3 എണ്ണം, ടോട്ടൽ 12 ഫേസ് കാർഡ്സ് ഉണ്ട് അല്ലെ. 3 എണ്ണം ഈ ക്ലബിന്റെ, 3 എണ്ണം ബ്ലാക്കിന്റെ, 3 എണ്ണം ഡയമണ്ടിന്റെ, 3 എണ്ണം ഹാർട്സിന്റെ, ടോട്ടൽ 12 ഫേസ് കാർഡ്സ് നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ. സോ ടോട്ടൽ 12 ഫേസ് കാർഡ്സ് ഉണ്ടാക്കുമ്പോൾ 12 ഫേസ് കാർഡ്സിൽ നിന്ന് നമുക്ക് എത്ര എണ്ണത്തെ സെലക്ട് ചെയ്യേണ്ടത്? 4 are to be selected. So from 12 face cards you are selecting 4. So the answer will become 12c4, which is 12 factorial by 4 factorial into 8 factorial, which is 12 into 11 into 10 into 9 into 8 factorial divided by 8 factorial into 4 factorial. 8 factorial 8 factorial വെട്ടിപ്പോയി. 4 factorial എന്ന് പറയുന്നതിനെ 4 into 3 into 2 എന്ന് എഴുതാം അല്ലെ. 4 3s are 12 വെട്ടിപ്പോയി, ഇവിടെ ഒരു 5 വന്നു അല്ലെ. അപ്പൊ 55 into 9 എന്ന് പറഞ്ഞു 45 വന്നു, റിമൈൻഡർ 4 വന്നു, 495 ഉത്തരം വന്നു. അപ്പൊ 12c4 എന്ന് പറയുന്നത് 495 ആയിട്ട് നമ്മുടെ ഉത്തരം വരുന്നതായിട്ട് കാണാൻ പറ്റി. ഇനി നാലാമത്തെ ചോദ്യം വരുന്നത് 2 are red cards. 2 are red cards and 2 are black cards. ടോട്ടൽ എത്ര റെഡ് കാർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 26 റെഡ് കാർഡ്സും 26 ബ്ലാക്ക് കാർഡ്സും ഉണ്ട്. അപ്പൊ 26 എണ്ണത്തിൽ നിന്ന് നമുക്ക് 2 റെഡ് കാർഡ്സിനെ സെലക്ട് ചെയ്യണം. അതായത് 26c2 വേസിൽ ചെയ്യാം. ഫോളോഡ് ബൈ ദാറ്റ് 26 എണ്ണത്തിൽ നിന്ന് 26 ബ്ലാക്ക് കാർഡിൽ നിന്ന് നമുക്ക് 2 ബ്ലാക്ക് കാർഡ് ചെയ്യണം. അപ്പൊ ടോട്ടൽ നമുക്ക് 4 എണ്ണം സെലക്ഷൻ ആയല്ലോ. സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു 26c2 ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് 26 factorial by 24 factorial into 2 factorial the whole square. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താ. So this is 26 into 25 into 24 factorial വെട്ടിപ്പോയി, divided by 2 വന്നു, 13 വന്നു അല്ലെ. ശരി, ഉത്തരം 13 വന്നു. So this is 250 plus 75 എന്ന് പറയുന്നത് 325 ആണ് നമ്മുടെ സോറി നമ്മൾ എവിടെയെങ്കിലും ഒന്ന് തെറ്റിച്ചോ? 26c2 എന്ന് പറയുന്നത് 325ന്റെ സ്ക്വയർ കറക്റ്റ് ആണ്. 325ന്റെ സ്ക്വയർ 25 32 into 33 കൊടുത്തു കഴിഞ്ഞാൽ 6 9 6 9. So there should be a 6 15 remainder 1 105625. Yeah, so that's the correct answer. 105625 is the correct answer over here. So that's the correct answer. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അഞ്ചാമത്തെ cards are of same color. Cards are of same color. അതായത് നമുക്ക് 4 ബ്ലാക്ക് കാർഡോ എടുക്കാം. അതായത് 26 ബ്ലാക്ക് കാർഡ് ഉള്ളതിൽ 4 ബ്ലാക്ക് കാർഡോ എടുക്കാം. അല്ലെങ്കിൽ ഓർ കേസ് ആണ്, അതുകൊണ്ട് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ 26 റെഡ് കാർഡ്സ് ഉള്ളതിൽ നിന്ന് നമുക്ക് 4 റെഡ് കാർഡ് എടുക്കാം. 2 times of 26c4 എന്ന് വരത്തില്ലേ. So 2 times of
26 factorial by 4 factorial into 22 factorial, which is 2 times of 26 into 25 into 24 into 23 divided by ബാക്കി 22 factorial വെട്ടിപ്പോയി 4 factorial എന്ന് പറയുന്നത് എത്രയാണ് 4 factorial 24 ആണ് അതും വെട്ടിപ്പോയി സോ ഇപ്പം ബാക്കിയുള്ളത് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചെടുക്കാം ഓക്കെ ഇതിനെ 2 എന്ന് എഴുതി ഈ 26നെ ഞാൻ 2 into 13 എന്ന് എഴുതുക into 25 into 23 എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഈ 4ഉം 25ഉം കൂടെ ചേർന്ന് 100 ആയി സോ സീറോസ് കൊണ്ടുവരിക into 13 into 23 ഇങ്ങനെ സ്മാർട്ട് രീതിയിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം 23 into 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 വരുന്നുണ്ട് 6 വരുന്നുണ്ട് 3 വരുന്നുണ്ട് 2 വരുന്നുണ്ട് 9 വരുന്നുണ്ട് 9 വരുന്നുണ്ട് 2 9 വരുന്നുണ്ട് അല്ലെ 29900 എന്ന് പറഞ്ഞ ഉത്തരം വരും അതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ 26ൽ ഇങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്തത് നമുക്ക് 100 വന്നു കഴിഞ്ഞാൽ ജീവിതം ഭയങ്കര എളുപ്പമായില്ലേ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമല്ലേ ഇങ്ങനെ വേണം നമ്മൾ ജെഇക്ക് പ്രിപ്പയർ ചെയ്യുന്നവര് ഒരു നമ്പറിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് എടുത്തൊന്ന് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്മാർട്ടറായിട്ട് കുറെ സെക്കൻഡുകൾ സേവ് ചെയ്യാൻ പറ്റും അല്ലാതെ ചുമ്മാ ഇങ്ങനെ കുറെ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ല സ്മാർട്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കുട്ടികളാണ് ജെഇ ക്രാക്ക് ചെയ്യുന്നത് ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സസൈസ് 7.4ലുള്ള 9 ചോദ്യങ്ങൾ ചെയ്യും അതിന്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ മിസലേനിയസ് ചോദ്യങ്ങളെല്ലാം തീർക്കും സോ അതുവരേക്കും bye bye don't forget to subscribe to my YouTube channel we'll meet again thank you so much for watching my dear friends bye bye